വെപ്പൺസുകൾ ഇതാ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതെല്ലാം കത്തിയെറിയാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മശിഷ്യനായ പത്രോസ്ലീഹ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഈ കാണുന്ന ആകാശം കൊടുമുഴക്കത്തോട് നീങ്ങിപ്പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെറിയും, ഭൂമിയും അതിന്റെ പണികളും വെന്തുമാറും. ഇതാ അതിന്റെ സമയമാണ് ഈ കാണുന്ന പ്രിയ സ്നേഹിതരെ. കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയോ വ്യത്യസ്തമായ നിലയിലാണ് ഇന്ന് അന്തരീക്ഷ താപം വർദ്ധിച്ച് നമുക്ക് ഭവനത്തിനുള്ളിൽ പോലും ഇരിക്കുവാൻ കഴിയാത്തവണ്ണം ചൂട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, അതെ, 70-80 കാലഘട്ടത്തിൽ ലോകത്തോട് കർത്താവിന്റെ ആത്മശിഷ്യനായ പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞുവെങ്കിൽ അതന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. ശാസ്ത്രം പറഞ്ഞു, മൂലപദാർത്ഥങ്ങൾക്ക് ഇലക്ട്രോൺസിന് ഒരിക്കലും വിഘടനം സംഭവിക്കത്തില്ല, മൂലപദാർത്ഥങ്ങൾ കത്തി എരിയത്തില്ല, അങ്ങനെ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അന്നത്തെ ശാസ്ത്രലോകം വിളിച്ചു പറഞ്ഞുവെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു 3 മാസത്തിനപ്പുറത്ത് നമ്മുടെ ISROയുടെ ചെയർമാനായിരുന്ന സോമനാഥ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി പറഞ്ഞത്, ഈ ഭൂമി താമസവിന കത്തിച്ചാമ്പലായി തീരും. AD 70 ധന്യനായ പത്രോസ്ലീഹ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അത് പുച്ഛിച്ച് തള്ളിയെങ്കിൽ ഇന്നത്തെ ശാസ്ത്രലോകം അത് അംഗീകരിച്ചിരിക്കുന്നു. ഈ ഭൂമി കത്തിച്ചാമ്പലാകാൻ പോവുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന കൊടുമൺ ദേശനിവാസികളെ, ഒരു ഭീകരമായ സംഭവം എന്റെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടായി, അന്തരീക്ഷ താപം വർദ്ധിച്ച് കൊടുങ്കാറ്റുകൾ ഉണ്ടായി, ഇടിമിന്ന് മേഘ സ്ഫോടനങ്ങളുണ്ടായി, തീവ്ര മഴകളുണ്ടായി. മനുഷ്യന്റെ ആവാസ കേന്ദ്രങ്ങളൊക്കെ വാസയോഗ്യമല്ലാതെ നിമിഷ നേരങ്ങൾ കൊണ്ട് മനുഷ്യൻ പണിതുകൊടുത്തായ ഭവനങ്ങളും മനുഷ്യൻ കെട്ടിപ്പടുത്തതായ കൃഷിഭൂമികളുമെല്ലാം കുന്നുമലകളും പൊട്ടി ഇതാ നീർച്ചാലുകളായി ഒഴുകി മാറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് മാറുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്റെ സ്വന്തം ഭവനങ്ങളെ വിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും തെരുവീതിയിലേക്കും സ്വന്തക്കാർ ഭവനത്തിലേക്കും ചേക്കേറുന്ന ജനത്തെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു കടൽ കൊള്ള ഓരോ ദിവസവും പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കടല് ഭൂമിയെ കാർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. കടൽ കൊള്ള എത്രയോ ഭവനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ആഭാസങ്ങൾ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ കാരണം? ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്ന പ്രിയ സ്നേഹിത, ഈ ലോകത്തിൽ നമ്മുടെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് രക്ഷയ്ക്ക് മാർഗം ഒന്നേയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടാതിരിക്കും. ഇന്നേക്ക് 1900 വർഷത്തിനപ്പുറത്ത് ഭൂമിയുടെ മധ്യഭാഗത്തായി നിന്നുകൊണ്ട് അരുമനാഥനായ യേശു വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ഈ കാലം താങ്ങായ ഈ കാലഘട്ടത്തിൽ യേശു അന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഏകദേശം 2000 വർഷങ്ങളോട് അടുക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് കാലം തിരിഞ്ഞില്ല, അത് സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഒരു രക്ഷയുടെ സുവർണ അവസരം ദൈവം കൊടുത്തിരിക്കുകയാണ്. ഇതിന് പറയുന്ന കാലഘട്ടമാണ് കൃപയുടെ കാലം. ഇതൊരു പെരുന്തറ്റിക്കൽ പീരീഡാണ്. ഇതൊരു ബ്രേക്കറ്റ് കാലമാണ്. എനിക്ക് നിങ്ങൾക്കും രക്ഷ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ അതിന്റെ അവസാന പീരീഡാണ് ഇപ്പോൾ. അതിന്റെ ലക്ഷണങ്ങളാണ് പ്രകൃതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് കാലം തേഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. ഇതാകുന്നു സുവിശേഷം. എന്റെ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരമെടുത്ത് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജനിച്ച് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി
സ്വന്തം ശരീരം ബലിയായി അർപ്പിച്ചുകൊണ്ട് ഗോകുൽത്തായുടെ ഉന്നതിയിൽ തലയോടിയിടാമെന്ന് പറയുന്ന സ്ഥലത്ത് മൂന്നാണികളിൽ പച്ചമര കുരിശിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ യൗവനത്തിന്റെ ചൂടുള്ള ചോര യേശു കർത്താവ് ലോകത്തിലേക്ക് ചീന്തുവാൻ ഇടയായി തീർന്നു. നിന്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായാലും ഇവൻ പോലെ വെളുപ്പിക്കാവുന്ന യേശു കർത്താവിന്റെ വാഗ്ദത്തപ്രകാരം പ്രിയ സ്നേഹിത, അതെ, ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ലോകരക്ഷകനായ യേശുവിന്റെ രക്തം ഈ മുഴു ലോകത്തിലേക്ക് വ്യാപരിക്കുവാനിടയായി തീർന്നു. ആ പാപം എന്റെ നിങ്ങളുടെ രക്താംബരം പോലെ കടുംചുവപ്പായ പാപമായാലും ഇവൻ പോലെ വെളുപ്പിച്ച് അതിനെ നിർമ്മലീകരിക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവേ, ഞാനൊരു പാപിയായ വ്യക്തിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അല്ലയോ കാൽവടി ക്രൂശിൽ മരിച്ചത്, അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നെ നിന്റെ മകളാക്കി തീർക്കണമെന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ പോകുന്ന യാത്രയിൽ, നിങ്ങൾ കിടക്കയിലായിരിക്കുന്നെങ്കിൽ ആ കിടക്കയിൽ, നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനങ്ങളായിരിക്കുന്നു അവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് യേശുവേ, ഞാനൊരു പാപിയായ വ്യക്തി, എന്റെ പാപത്തിന് വേണ്ടിയല്ലയോ എന്ന് കാൽവരി ക്രൂശിൽ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായാലും യമം പോലെ വെളുപ്പിക്കപ്പെടും. എന്നിട്ട് നിങ്ങൾ ഒരു വാക്കുകൂടി പറയും, യേശുവേ, ഞാൻ അങ്ങയെ എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. അതെ, നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള കൽപ്പനയാണ് സ്നാനമേറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാനിടയായിത്തീരും. ബൈബിൾ എന്ത് പറയുന്നു? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. പ്രിയ സ്നേഹിത, നിങ്ങളുടെ പേർ ഇന്ത്യ ഗവൺമെന്റ് ആധാർ കാർഡിലുണ്ട്, ഇന്ത്യ ഗവൺമെന്റ് പാൻ കാർഡിലുണ്ട്, ഇന്ത്യ ഗവൺമെന്റ് എല്ലാ റെക്കോർഡിലും ഉണ്ട്. എന്നാൽ ആ പേരുകൊണ്ടുള്ള ഗുണമെന്ന് ചോദിച്ചാൽ മരിക്കുന്നവരെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. കാരണം നിങ്ങൾക്കൊരു ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിന് പോകുവാനൊരു സ്ഥലമുണ്ട്. ആ ദൈവം ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ അവിടെ ചേർത്തുകൊള്ളാം. അതേ, ദൈവത്തിന്റെ അടുക്കൽ നമുക്കൊരു ഭവനം ഒരുക്കുകയാണ്. മനുഷ്യന്റെ കൽപ്പനയല്ലാത്തൊരു ഭവനം ദൈവം സ്വർഗത്തിൽ ഒരുക്കുന്നു. ആ നിത്യഭവനത്തിലേക്ക് ചെല്ലണമെങ്കിൽ അവിടെ ഒരു പുസ്തകമുണ്ട്, ജീവന്റെ പുസ്തകം. ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേർ എഴുതി ചേർത്താൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിനെ നിത്യമോക്ഷത്തിലേക്ക്, ശാന്തിയുടെ അനുഭവത്തിലേക്ക്, സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പ്രിയ സ്നേഹിത, ഇതാ സ്വപ്രസാദ കാലം, ഇതാ രക്ഷാ ദിവസം. ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ പര്യവസാനിപ്പിക്കട്ടെ. ഇന്ന് തന്നെ നിങ്ങളുടെ പേർ രക്ഷയുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവമകനായി തീരുവാൻ ഞങ്ങൾ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. വരുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഈ സ്ഥലത്ത് വെച്ച് നടക്കപ്പെടുന്ന കൊടുമൺ വാഴവള ജംഗ്ഷൻ സമീപമുള്ള പെന്തക്കോസ്ത് മിഷൻ ഗ്രൗണ്ടിൽ തയ്യാർ ചെയ്യപ്പെട്ട പന്തലിൽ വെച്ച് നടക്കുന്ന സുവിശേഷ പ്രസംഗത്തിലേക്കും ദൈവിക രോഗശാന്തി ശുശ്രൂഷയിലേക്കും ഞങ്ങൾ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക. ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകും? ഇന്നത്തെ രാഷ്ട്രീയ ഭരണങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും? മനുഷ്യന്റെ പ്രകൃതിയുടെ അവസ്ഥകൾ എന്തായിത്തീരും എന്ന് ശാസ്ത്രം പ്രസ്താവിച്ച് വരാൻ പോകുന്ന നിത്യതയുള്ള അവകാശത്തിന് നിങ്ങളെ ഒരുക്കുവാൻ ഇതാ ഒരു മകനീയമായ ഒരു സമയം ദൈവം നിങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയും കടന്നു വരും. മെയ് മാസം 12, 13, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് സുവിശേഷ മഹായോഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷയും. കടന്നു വരുവേൻ, അനുഗ്രഹങ്ങളെ പ്രാപിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളോട് പര്യവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ.